ശശി തരൂർ CPM-ലേക്ക് എന്ന വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അടക്കമുള്ളവർ ശശി തരൂരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പാർലമെന്റിൽ നാം കണ്ടത് കോൺഗ്രസിന് അനുകൂലമായി സംസാരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതുണ്ട്. ഏറ്റവും അവസാനത വീണ്ടും എവിടെയാണോ അദ്ദേഹം അവസാനിപ്പിച്ചത് അവിടെ തന്നെ വീണ്ടും തുടങ്ങുകയാണ്. BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നു. AI ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് BJP വക്താവിനേക്കാൾ വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന് എൻ്റെ നോട്ടത്തിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം നമ്മുടെ നാട്ടിനാണ്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി MP ആയാൽ, അല്ലെങ്കിൽ MLA ആയാൽ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നേതാവായാൽ പിന്നീട് ആ പാർട്ടി പറയുന്നത് മാത്രം ശരി, ബാക്കി ആരും പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റ്. പക്ഷെ രാഹുൽ ഗാന്ധി രാവിലെ പറയുന്നത് ഇദ്ദേഹം ഉച്ചയാകുമ്പോൾ പാർട്ടിക്കെതിരായി രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായിരിക്കും ശശി തരൂരിന്റെ പ്രസ്താവന. അതെ, അതിലേക്കാണ് ഞാനും വരുന്നത്. ശ്രീ ശശി തരൂർ MP അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകളും സമീപനങ്ങളും ചില പ്രസ്താവനകളും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, ഒരു MP ഏത് പാർട്ടിയിൽ നിന്നാണോ ജയിക്കുന്നത് ആ വ്യക്തി ആ പാർട്ടിക്ക് നല്ലത് മാത്രം ആ പാർട്ടിയെക്കുറിച്ച് പറയുക, ബാക്കി പാർട്ടികളെ എന്ത് ചെയ്താലും അതെല്ലാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആണെങ്കിലും അല്ലെങ്കിലും പറയുക. അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു ശൈലി. നമ്മളുടെ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും ഓരോ സംസ്കാരമുണ്ട്. ആർഷഭാരത സംസ്കാരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ജർമ്മനി ചെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ജർമ്മനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യക്ക് പറ്റില്ല, പക്ഷേ ഭാരതത്തിന് പറ്റും. അതേപോലെ ശശി തരൂരിൻ്റെ ഈ നിലപാട് ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, പാർട്ടി അനുഭാവികളുടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും പാടില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. പക്ഷെ ഇദ്ദേഹം ജനിച്ചത് കേരളത്തിലും പാലക്കാട് തരൂരിലൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണ കാലം തൊട്ട് നല്ല കാലം മുഴുവൻ ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. അതൊക്കെ വാർത്തെടുത്തത് ഇവിടെയൊന്നുമല്ല, വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ചില രീതികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും ജനിതകത്തിലുമൊക്കെ വന്നു പോയിട്ടുണ്ട്. തുടക്കം തൊട്ട് അദ്ദേഹം, ഇത് ഇപ്പോഴല്ലല്ലോ, നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ ഒരാശയമുണ്ടായിരുന്നു. അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയത്തിൽ വേണ്ടുന്ന എന്താ? മറ്റൊരു പാർട്ടി ചെയ്യുന്നതിനകത്ത് നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറയാൻ പാടില്ല, മോശമാണെന്ന് പറഞ്ഞില്ലേലും മിണ്ടാതിരിക്കുക. അത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല. ഇദ്ദേഹം ആദ്യമൊക്കെ നമ്മളുടെ ഇവിടെ വന്ന് പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ജനഗണമന ദേശീയ ഗാനം ചൊല്ലിയപ്പോൾ അദ്ദേഹം നിന്ന് എങ്ങനെയാണെന്നറിയാം? നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ്. വലിയ വിമർശനമുണ്ടായി, കേസ് വരെയായി. നമ്മൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കൈകൾ ചുരുട്ടി അറ്റൻഷനായാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ശീലിച്ച ആ രാജ്യത്തെ ദേശീയ ഗാനം, ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുക, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഓരോരുത്തരെ നിൽക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടില്ലേ? അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു രീതി, അത് അദ്ദേഹത്തിന്. പിന്നെ പലതും അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയക്കാരുടെ തനതായ ആർജിച്ച് കിട്ടുന്ന ചില ബുദ്ധിയുണ്ട്. അത് ആ രീതിയിൽ ബോധ്യപ്പെടാനോ മനസ്സിലാക്കാനോ ഉള്ള അത്രയും കഴിവ് ഇദ്ദേഹത്തിന് ഇല്ല. ഇപ്പം ഈ 3D എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ 3Dയിലെ ഓരോ ഡയമെൻഷനിലും കണ്ടാൽ ഓരോ ഡയമെൻഷനിലും കാണുന്ന ഒരേ സാധനമായിരിക്കും, 3 വ്യത്യസ്ത ഇതിലായിരിക്കും. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3D ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളുകയാണ്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹം നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് എപ്പോഴാണ്? സ്റ്റാർട്ടപ്പ് മിഷനിൽ എത്രയോ 1 ലക്ഷത്തി ചില്ലുവാനം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളൊരു വാർത്ത വായിച്ചിട്ടാണ്. ഇതെന്താണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലുള്ള സ്റ്റാർട്ടപ്പുകളായിരിക്കുമെന്നാണ് ഇദ്ദേഹം കരുതിയത്. പിന്നീട് പാർട്ടി അത് പറഞ്ഞു കൊടുത്തു. കിഴക്കേക്കോട്ടയിലെ തട്ടുകടകൾ 100, മണക്കാട്ടെ പെട്ടിക്കടകൾ 500,
ഇതെല്ലാം കൂടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പെട്ടിക്കട വെക്കണമെങ്കിൽ ഒരു കടലാസ് കൊടുക്കണം. ഇങ്ങനെ കിട്ടിയ കടലാസുകളുടെ എല്ലാം കൂടെ എണ്ണം കൂട്ടിയെടുത്തതാണ് ഈ എണ്ണം. അതറിഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല കരുതിയത്. ലക്ഷക്കണക്കിന് ടേൺ ഓവറുള്ള പുതിയ സ്റ്റാർട്ടപ്പ് മെഷീൻ IT സെക്ടറിലൊക്കെ വന്നതാണെന്ന് കരുതി പറഞ്ഞതാണ്. ഇതാണ് സത്യമെന്ന് പറഞ്ഞ് ഞാൻ പിൻവലിച്ചു. കുഴപ്പമുണ്ടോ? പിന്നെ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പാർട്ടിയുടെ MP ആണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാകാൻ മത്സരിച്ച ആളാണ്. അങ്ങനെ വരെ മത്സരിച്ച ഒരാൾ പാലിക്കേണ്ട ഒരു മിതത്വമുണ്ട്. കാണുന്ന ഏതിനെക്കുറിച്ചും അഭിപ്രായം പറയാതെ ഇരിക്കുക. അദ്ദേഹത്തെ പോലെ ഒരാൾ ഏതിനെങ്കിലും കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് പറയുക. ഇനി പഠിച്ചിട്ട് പറയുമ്പോൾ തന്നെ അത് സ്വന്തം പാർട്ടിക്ക് ഗുണകരമാകില്ല, മറ്റ് പാർട്ടികൾക്ക് ഗുണകരമാകുമെങ്കിൽ പറയാതിരിക്കുക. സത്യം വധ എന്ന് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? കാണുന്ന സത്യമെല്ലാം വിളിച്ചു പറയുക എന്നാണോ? ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാളിന് 2 കാലുമില്ല, സത്യം വിളിച്ചു പറയാൻ പറ്റൂ? ഇല്ല. അത് പറയാനല്ല, പറയുമ്പോൾ സത്യം പറയുക. ആ സത്യം പറയാൻ പറ്റില്ലെങ്കിൽ പറയാതിരിക്കുക. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അവിടെ നോക്കൂ, രാജ്യത്തിൻ്റെ അഭിമാനത്തിന് തന്നെ കോട്ടം തട്ടുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിസ്തർക്കമാണല്ലോ. ചൈനയുടെ ഒരു റോബോട്ട് ഡോഗ്, അതിനെ ഗൽഗോട്ടിയാസ് സർവകലാശാല എന്ന് പറയുന്ന ഒരു സർവകലാശാലയുടെ കണ്ടുപിടുത്തമായിട്ട് അവിടെ അവതരിപ്പിച്ചു. ആ സർവകലാശാലയ്ക്ക് പറ്റിയ തെറ്റായിരിക്കാം, അങ്ങനെ വരുമല്ലോ. പക്ഷേ അത് ഇത്രയും വലിയ ഒരു സംരംഭം നടക്കുന്നിടത്ത് വെച്ച് അത് ഇന്ത്യയുടേതാണെന്ന് പറയുകയും അത് ഉടൻ തന്നെ ഇന്ത്യയുടേതല്ല എന്ന് തെളിയുകയും ചെയ്തപ്പോൾ അതിനകത്തൊരു പാളിച്ചയുണ്ടായി. അതിനെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് ഈ ചൈനയുമായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് ബോധിപ്പിക്കുന്ന ചില പുസ്തകങ്ങളും അദ്ദേഹം കാണിച്ചു. പക്ഷേ ആ പുസ്തകം എഴുതിയ ആൾ തന്നെ ഞാനിത് പുറത്തിറക്കിയില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഏതുപോലെ എന്ന് ചോദിച്ചാൽ MV ജയരാജൻ്റെ കട്ടൻ കാപ്പിയും പരിപ്പ് വടയും, അത് ഞാൻ എഴുതിയെന്നും എഴുതിയില്ലെന്നും ഉണ്ട്. അതിലേതാ ശരി? അങ്ങനെ പറയാൻ പറ്റും? DC ബുക്സിന് കൊടുത്ത അതിനകത്ത് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതേസമയം ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല, അത് അവർ കൂട്ടിച്ചേർത്താണ് എന്നും പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് ഡൽഹിയിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് വലിയ ഇതായി. പിന്നീട് അദ്ദേഹം പറഞ്ഞ എന്തുവാ? അത് ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ എഴുതി കയറ്റിയതാണ്. തന്നെ എഴുതി കയറ്റിയതാണെങ്കിൽ ആ പത്രത്തിനെതിരെ കേസ് കൊടുക്കാത്ത എന്താ? അപ്പം ചില കാര്യങ്ങൾക്ക് തെളിവ് വേണ്ട, സാഹചര്യ തെളിവുകൾ മതി. ആ സാഹചര്യ തെളിവുകൾ ഇപ്പോൾ വരെ ഹിന്ദു പത്രത്തിനെതിരെ ആ ഇൻ്റർവ്യൂവിനെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞ തന്നെയാണെന്ന് തെളിയുന്നത് പോലെ ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എക്സ്പോയിൽ ഈ പറയുന്ന ഡോഗ്, ആ ഡോഗിനെ പ്രദർശിപ്പിച്ചത് മനഃപൂർവ്വമായിരിക്കില്ല, തെറ്റുപറ്റിപ്പോയതാണ്. പക്ഷേ ശശി തരൂർ അവിടെ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? തങ്ങളെ പുറകിൽ നിന്ന് കുത്തുകയാണെന്നൊരു തോന്നൽ വരുന്നുണ്ട്. പ്രവർത്തകര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ കടമ ആ പാർട്ടി ചെയ്യുന്നതെല്ലാം ശരി, ബാക്കി പാർട്ടികളെല്ലാം ചെയ്യുന്നത് തെറ്റ് എന്നുള്ളൊരു നിലപാടെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പാർട്ടി വേണ്ടല്ലോ. ഓരോ ദിവസവും രാവിലെ പേപ്പർ എടുത്ത് നോക്കുക, ഇന്ന് ഏത് പാർട്ടിയുടെ, ഈ ഷെയർ മാർക്കറ്റ് പോലെ, ഇന്ന് BJP, എന്നാൽ ഞാൻ ഇന്ന് BJP. പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കുമ്പോൾ ഇന്ന് CPM, അടുത്ത ദിവസം കോൺഗ്രസ്. അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ശരിയെങ്കിലും തെറ്റെങ്കിലും നമ്മൾക്ക് യോജിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയം, ഒരു പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പാർട്ടിയിൽ നിൽക്കുന്നത്. ആ പാർട്ടിയിൽ ഒരുപാട് പ്ലസ് കാണും, കുറേ മൈനസും കാണും. ഇപ്പോൾ നമ്മൾ ഈ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ സൗന്ദര്യം വേണം, പണം വേണം, വിദ്യാഭ്യാസം വേണം, ബന്ധുബലം വേണം, എല്ലാം വേണം. ചിലപ്പോൾ എല്ലാം കൂടെ കാണില്ല. അപ്പം പറയുകയാണ്, ഈ അവിടെയുള്ള ഒരാൾ, ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ട്, ചേച്ചിയുടെ സൗന്ദര്യം, അനിയത്തിയുടെ വിദ്യാഭ്യാസം, അച്ഛൻ്റെ പണം,
ഇതെല്ലാം കൂടെ ചേർത്ത് ഒരാളിനെ തരണമെന്ന് പറഞ്ഞാൽ നടക്കൂ. ഏതെങ്കിലും ഒരാളിനെ കിട്ടും. ആ ആളിനെ കിട്ടുമ്പോൾ ആളിൽ ചില പ്ലസ് ഉണ്ടാവും, ചില മൈനസ് ഉണ്ടാവും. കൂടുതൽ പ്ലസ് ഉള്ളത് നോക്കിയെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഈ ഡോക്ടർ ശശി തരൂർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ പ്രവർത്തനം ഓരോയിടത്ത് നടക്കുമ്പോഴും അദ്ദേഹത്തിന് ശരി അല്ലെങ്കിൽ നല്ലത് കൊള്ളാം എന്ന് തോന്നിയാൽ അദ്ദേഹം അതിനെ അങ്ങ് പറയും. പിറ്റേന്ന് അതങ്ങനെ അദ്ദേഹം കണ്ട ആംഗിളിലല്ല അതെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് തിരുത്തും. അതിന് അദ്ദേഹത്തിന് ജാള്യതയില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഈ AI എക്സ്പോ അത് നല്ല കാര്യമാണ്. അത് നല്ല കാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ലോകത്തെ ഇപ്പം ഏറ്റവും ആദ്യം ഇപ്പം കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തത് പോലെ AI നമ്മൾ ആർക്കും എതിർക്കാൻ കഴിയില്ല. അത് അനിവാര്യമാണ്. അതിൻ്റെ ഒരു എക്സ്പോ രാജ്യത്ത് നടന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ അതേസമയം ഇങ്ങനെ വലിയ ഒരു പാളിച്ച പറ്റി എന്നുള്ളതും അംഗീകരിക്കേണ്ടി വരും. ഇപ്പം ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ പറഞ്ഞതുകൊണ്ട് അവരെ പേടിപ്പിച്ചാണ് ആ യുദ്ധം നിർത്തലാക്കിയതെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അങ്ങനെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നാണക്കേടില്ലേ? അവിടെ നമ്മൾ ട്രംപിനെ എതിർക്കണ്ടേ? നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് പറയണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അതിനനുസരിച്ച് ഡോക്ടർ ശശി തരൂർ അങ്ങനെ പ്രതികരിക്കുന്നു എന്നല്ലാതെ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ എന്താ, ഞാൻ മരണം വരെയും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പം AI ഒന്ന് അദ്ദേഹം നല്ല ഒരു സംരംഭമാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അദ്ദേഹം BJP പൊന്നെന്നാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ ഉണ്ടാകും, ഒരു സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.